ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ അദ്ദർസു സാലിസ് മൂന്നാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ. മിഫ്താഹുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ താക്കോൽ എന്നാണ്. അപ്പം എന്താണ് സ്വർഗത്തിന്റെ താക്കോല്? നിസ്കാരമാണ് സ്വർഗത്തിന്റെ താക്കോൽ. നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദാനിനു സമയമായി, നമുക്ക് കളി നിർത്താം, മസ്ജിദിൽ പോയി നിസ്കരിക്കാം, അബ്ദുള്ള പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? ഷമീർ ചോദിച്ചു. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരമാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? അബ്ദുള്ളയും കൂട്ടുകാരും കളിക്കുകയായിരുന്നു. അപ്പോൾ അദാനിനു സമയമായി. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്, ബാങ്കിന് സമയമായി. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്കാണ്. ബാങ്കിന് സമയമായി, നമുക്ക് കളി നിർത്തി പള്ളിയിൽ പോകാമെന്ന് അബ്ദുള്ള ചോദിക്കുകയാണ്. അപ്പോൾ ഷമീർ പറഞ്ഞു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുക. കളിച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ഷമീർ ചോദിക്കുന്നു. അപ്പോൾ അബ്ദുള്ള പറയുന്ന മറുപടിയാണ് ഇവിടെ. എന്താണ് പറയുന്നത്? ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. അതായത് ബാങ്ക് വിളിച്ച ഓരോ നിസ്കാരത്തിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിച്ച ഉടനെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. അന്ത്യനാളിൽ, അതായത് നമ്മളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയാൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ശരി, അവർ ഒന്നിച്ചു പള്ളിയിലേക്ക് നടന്നു. പള്ളിയിലേക്കുള്ള ഓരോ കാലടിക്കും പ്രത്യേക പ്രതിഫലമുണ്ട്, അബൂബക്കർ ഓർമ്മിപ്പിച്ചു. അബൂബക്കർ പറഞ്ഞു, പള്ളിയിലേക്കുള്ള ഓരോ കാൽവെപ്പിനും, നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിക്കും പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് അബൂബക്കർ കൂട്ടുകാരനെ ഓർമ്മിപ്പിച്ചു. അടുത്ത എന്താണ് ഇവിടെ ഈ ബോക്സ് വന്ന എന്താണ്? മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്, സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നാണ്. ജന്നത്ത് എന്ന സ്വർഗം, മിഫ്താഹ് താക്കോൽ. അപ്പോൾ സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. അപ്പോൾ നന്നായി പാഠഭാഗം മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. അപ്പോൾ തദ്രിബാത്തിൽ ആദ്യം എന്താണ്? ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. അപ്പോൾ ഇവിടെ നല്ല കുട്ടികൾ എന്തെല്ലാം ചെയ്യും എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. എന്താണ്? ആദ്യ സമയത്ത് നിസ്കരിക്കും എന്നിവിടെ തന്നു. നല്ല കുട്ടികൾ ആദ്യ സമയത്ത് നിസ്കരിക്കും. പിന്നെന്താ എഴുതാ? നല്ല കുട്ടികൾ 5 നേരവും നിസ്കരിക്കും. നല്ല കുട്ടികൾ 5 നേരവും നിസ്കരിക്കും. പിന്നെന്താ എഴുതാ? നല്ല കുട്ടികൾ പള്ളിയിൽ പോയി നിസ്കരിക്കും. പള്ളിയിൽ പോയി നിസ്കരിക്കും. പിന്നെന്താ നമുക്ക് എഴുതാ? നല്ല കുട്ടികൾ എല്ലാവരെയും അനുസരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. മനസ്സിലായതാ? അപ്പം നല്ല കുട്ടികൾ എന്തൊക്കെ ചെയ്യും എന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, കാരണം എന്ത്? ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം കാരണം എന്താണ്? കാരണം അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ പാഠഭാഗത്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. അത് ഏറെ പ്രതിഫലമുള്ളതാണ്. മനസ്സിലായില്ല? അടുത്തത് എന്താണ്? അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏതാണ്? ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ചാണ് അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് നിസ്കാരമാണ് വിചാരണ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് തെറ്റാതെ എഴുതി പഠിക്കുക. അടുത്തത് ഓരോ കാലടിക്കും പ്രതിഫലം ലഭിക്കും. ആർക്കാണ്? പള്ളിയിലേക്ക് പോകുന്നവർക്കാണ് ഓരോ കാലടിക്കും പ്രതിഫലം ലഭിക്കുക. അപ്പോൾ നമുക്കവിടെ പള്ളിയിലേക്ക് പോകുന്നവർക്ക് എന്ന് എഴുതാം. അപ്പോൾ അവിടെ പള്ളിയിലേക്കുള്ള ഓരോ കാലടിക്കും പ്രതിഫലം ലഭിക്കും എന്നാണ് എഴുതിയത്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇത് ആർക്ക് എന്നതിന് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവർക്ക് എന്ന് നമുക്കവിടെ
അവിടെ മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അപ്പോൾ പാഠഭാഗത്ത് അവിടെ പറയുന്നുണ്ട് പള്ളിയിലേക്കുള്ള ഓരോ കാലടിക്കും പ്രത്യേക പ്രതിഫലം ലഭിക്കും. അവിടെ എന്താണ് ചോദ്യം, എന്താണ് ആർക്കാണ് പ്രത്യേക പ്രതിഫലം ലഭിക്കുക എന്നാണ്. അപ്പം പള്ളിയിലേക്ക് പോകുന്നവർക്ക് എന്നാക്കി എഴുതിയാലും മതി. മനസ്സിലായില്ലേ? ഇത് എഴുതിയാലും തെറ്റില്ല. പള്ളിയിലേക്ക് പോകുന്നവർക്ക് എന്ന് എഴുതിയാലും മതി. അടുത്തത് നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, എന്തായിരുന്നു? സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. പാഠഭാഗത്ത് പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. അടിയിലെ ബോക്സിൽ പറയുന്നു സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. കിതാബത്തെ എക്സാമിനൊക്കെ ഇതിന് ഹർക്കത്തുകൾ ഇടാനും ഇതിൻ്റെ ഈ ഇത് തന്നിട്ട് ഇത് എഴുതാനും ഒക്കെ വരും. മനസ്സിലായില്ല? അർത്ഥം എഴുതാനൊക്കെ വരും. അപ്പോൾ ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? നക്തുബ്, എഴുതാനാണ്. ഇവിടെ മിഫ്താഹുൽ ജന്ന അത് അതുപോലെ ഇങ്ങോട്ട് എഴുതാം. അടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അതുപോലെ ഇവിടേക്ക് എഴുതുക. മസ്ജിദുൻ അത് അതുപോലെ എഴുതുക. അദാനുൻ അത് എഴുതുക. അബ്ദുള്ള ഇങ്ങോട്ട് എഴുതുക. അബൂബക്കർ അത് ഇവിടേക്ക് എഴുതുക. അപ്പോൾ അത് നോക്കി പകർത്തി എഴുതാനാണ് ഉള്ളത്. അപ്പോൾ അത് വായിക്കുക, അതുപോലെ എഴുതുക. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പാഠമായ മിഫ്താഹുൽ ജന്ന എന്ന പാഠഭാഗം. നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ രണ്ടാമത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.